ഒന്ന് അനങ്ങി നടക്കണോ മാപ്പിളെ? മാപ്പിള നിന്റെ അപ്പൻ. അയ്യോ എന്താ അനങ്ങി നടക്കണതാ സ്വാമിയേ. പൊന്നുണ്ണി വാവോ പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണു. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അതന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ടെന്ന് എന്റെ മേത്ത് ചവറ് കൊണ്ട് കൊട്ടിട്ട്? കൊട്ടിയിട്ടാ? ആര് കൊട്ടിയിട്ടു? സ്വാമി എന്നെ ഞാനാ? അഭിനയിക്കണ്ട. ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. തന്നോട് ആരാ പറഞ്ഞു പണി ചെയ്യാൻ? സ്വാമിയല്ലേ പറഞ്ഞിട്ട് ചവറ് കൊണ്ട് പുറത്തിടാൻ പിന്നിന്റെ പുറത്താണ് കൊണ്ടിരുന്നത്. ഉണ്ണി എന്താ ഇത്? എന്റെ ഉണ്ണി നീ എന്ത് കാണിച്ചാ വന്ന് നിൽക്കുന്നത്? എന്നോടല്ല, ദേ അമ്മയുടെ വാടകക്കാരോട് ചോദിക്കും. ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അവരെന്താ കാണിച്ചെന്ന്. എന്റെ ദൈവമേ, എന്താ സ്വാമി ഇത്? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? വെറുതെ ബഹളുണ്ടാക്കലിന്ന് നടന്ന് ഇനി നിങ്ങളെ ഇലവനുസരിച്ചിട്ട് നാട്ടിക്കണ്ട. ഇലയെന്ന് മുള്ളിൽ വീണാലും മുള്ളു എന്ന് ഇലയിൽ വീണാലും കേട് നമ്മൾ ഈ മരത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ചോളൂ. അതിനിപ്പോ ആരെവിടെ ഇലയിലും മുള്ളി? അതെ, അബദ്ധവശാൽ ഇയാള് ചവറ് കൊണ്ടിട്ടത് ആ കുട്ടിയുടെ ദേഹത്തായി പോയി. ഖേദമുണ്ട്. അയ്യോ അത്രേ ഉള്ളോ? എന്റെ ഉണ്ണി നിനക്കെന്താ? കുറച്ച് വെള്ളം കൂടെ കോരി കുളിച്ചാ പോരെ? അത് തന്നെ, അതിനായി ഏപ്പറത്തിന്റെ പോസ്റ്റർമാരിങ്ങനെ നിൽക്കണ്. വൃത്തിയായിട്ട് വെള്ളം കോരി കുളിച്ചാതെ മോളെ. ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ. അതിപ്പോ ഇവര് കോരി തരണം. 20 ബക്കറ്റാ? എന്നാ പിന്നെ നിന്നെ കോരി ബുദ്ധിമുട്ടണേ, കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ? മതി താൻ പോയിട്ട് ഒരു 20, 25, 30 ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ. അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സ്വാമി ഒഴിയാൻ നോക്കണ്ട. ഇത് മുഴുവൻ സ്വാമി തന്നെ കഴുകി തരണം. എന്ത്? എന്നെ കുളിപ്പിച്ച് തരണോന്ന്. അതിനെ വേറെ ആളെ നോക്കണം. അപ്പൊ സ്വാമി വേറെ ഇടം നോക്കിക്കോ താമസിക്കാൻ. എന്നെ കുളിപ്പിച്ച് തരാണ്ട് സ്വാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട. സ്വാമി അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടേക്ക്. ഇല്ലെങ്കിൽ അവള് സമ്മതിക്കത്തില്ല. ഒന്നും വിചാരിക്കണ്ട സ്വാമി. ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചുകുട്ടിയായിട്ട് കരുതിയാ മതി. പറഞ്ഞത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. താൻ വന്നുല്ലേ? സോറി, വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയതാണ്, പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് തന്റെ മനസ്സലിഞ്ഞില്ല അല്ലേ? അലിഞ്ഞതാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞൊരുത്തരുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരെ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാൽ ശരിയാവാ. എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ, പിന്നെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുമോ? ഇല്ല, വിടില്ല. നിന്നോട് വിടാൻ പറഞ്ഞ നിന്നെ ഞാൻ ശരിക്കും അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരാ ഇത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവിയമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടനാ. എവിടുന്നാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ. അയ്യോ, മാധവിയമ്മയാണോ? അല്ല, മാധവി അപ്പൻ.
പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവുത്തട്ടാണോ പോയി ചോദിക്കുന്നേ? ആ റാവുത്തട്ടാണോ പോയി ചോദിക്കുന്നതെന്ന്? ഏത് റാവുത്തര്? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? വെള്ളം കുടിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ എരുമേലി പറഞ്ഞിട്ട് വന്നതാണോ? ആ, ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ആള് മനസ്സിലായില്ല. അത് സാരമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഞാനിപ്പോ പറയാം കേട്ടോ. ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ആവോ? ഏത് കൊച്ചൻ? നമ്മൾ ആ എരുമേലിയോട് പറഞ്ഞയച്ചിരുന്നില്ലേ അമ്മേ, ഉണ്ണിമോക്കൊരു ചെറുക്കനെ നോക്കണമെന്ന്? ആ ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു, നല്ല കലക്കനൊരു ചെറുക്കനെ. ആരാടാ നിങ്ങള്? ചോദിച്ചത് കേട്ടില്ലേ? റാവുത്തണ്ണ, ഇവര് വേറെ ആരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ, ഉണ്ണിമോളെ കാണാൻ വന്നതാ. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ആ, ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ പോട്ടെ, പിശാച്ചാ പിശാച്ച്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എന്തിനാണോ പറഞ്ഞത് ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്? എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവോ? ഇതത് തന്നെ, ഇതത് തന്നെ, ഇത് ശരിക്കും പെണ്ണ് തന്നെ. ഇപ്പൊ എനിക്കും സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് സംശയമുണ്ടെന്ന്. സ്വാമിയല്ലേ പറയേണ്ടത്, ഞാനെന്ത് പറയാൻ? നമ്മൾ അതിന് വന്ന് തട്ടെന്ന് പറയണോ? പറയാം പറയാം. എന്താ പേര്? ഉണ്ണി. തന്നോട് പേരെന്നാളും ചോദിക്കാൻ പറഞ്ഞോ? സോറി. കാര്യം പറയടോ. പറയാം. അല്ല കാർന്നോരെ, കാർന്നോരെന്തിനാ അവിടെ ഇരിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. കാർന്നോര് ഇങ്ങോട്ട് പോരും. സ്വാമി ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. ഇങ്ങോട്ട് പോരെ കാർന്നോരെ. എന്താ പേര്? അതെ, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളുന്നേ. അയ്യ, അതല്ല, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ, എരുമേലി പറഞ്ഞിട്ട്. എടാ, നിന്നോട് ആ ഇട പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്. അത് റാവുത്തയുടെ മുമ്പിൽ വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. അത് ഞാൻ അറിഞ്ഞു. അയാളിപ്പം ജയിലിൽ തുറന്നു വിടുന്നു. എന്തൊരു വാടക? നിന്നോട് വാടകക്കാരെയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ? എന്റെ മോക്കൊരു ചെറുക്കനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞ് എന്നോട് കാശം മേടിച്ചോണ്ട് പോയോ? എന്നോടാ നീ? എന്റെ മാധ്യമേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. കൊയ്യെന്ന് വിടറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വിയറ്റ്നാം കോളനിയിൽ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും മര്യാദയുള്ള ഒരു ചെറുക്കൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടല്ലേ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് നിങ്ങളെ മാളികന്റെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽബ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ചാ പറ്റൂലേ? പറ്റൂലില്ല മാധ്യമേ? പത്രപ്പണ്ടാരത്തിന്റെ മോളെ ഷിപ്പ്യാർഡിലെ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്? പ്രണയം. പണയോ? പണയം?
പ്രേമം. ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരെ കഴിയാൻ. നമ്മൾ കൊണ്ടുവന്ന ആൾ ആരാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ബ്രാഹ്മണന്മാരാ, ബ്രാഹ്മണന്മാര്. കഥ എഴുതുന്ന പണിക്കാര്. പേര് കൃഷ്ണമൂർത്തി. എന്താ മോശ? എന്താ എത്ര പേര് ആലോചിക്കേ? നിങ്ങൾ വേണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയും. ഈ കോളനിയിൽ വേറെ വീടില്ലേ? അവിടുത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് കിട്ടിയോട്ടെ ബാക്കിയോ? പറ്റൂലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ റാവുത്തരം ജോണും ഫ്രാങ്കും ഒക്കെ സമ്മതിക്കുവോന്നാ? സമ്മതിപ്പിക്കണം. നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം. ആദ്യമേ ഡിസ്ക് എടുക്കണം.